സ്വാഗതം. അപ്പൊ ഞാനും മോളമ്മയും കൂടെ സിറ്റി വരെയൊക്കെ ഒന്ന് പോവാണ്. ഞായറാഴ്ചയൊക്കെ അല്ലേ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ച നമ്മൾ പോയാൽ മീൻ മേടിക്കും, അതെ. ഇപ്പൊ ഇറച്ചി മേടിയിലേ കുറവാണ്. ഇറച്ചി മേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീഫ് ഉണങ്ങാനായിട്ട് മിക്കവാറും 2-3 ദിവസം ആഴ്ച കൊണ്ടിരുന്നുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് മോളമ്മ കുറച്ചൊക്കെ എടുത്ത് കറി വെക്കും. അതുകൊണ്ട് ഇപ്പൊ ഇറച്ചി മേടിക്കാൻ തന്നെയായിട്ട് പോക്കില്ല ഞായറാഴ്ച, അല്ലെ? ഞായറാഴ്ചകളിലായിരുന്നു നമ്മള് ഇറച്ചി കൂടുതലായിട്ട് മേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറയാൻ, ഒരുപാട് സന്തോഷം എന്ന് പറയാൻ, നമുക്ക് 4 ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവര് നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ട്. അവരെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഗസ്റ്റ് എന്നല്ല, നമ്മുടെ സ്വന്തം ആൾക്കാരാ കേട്ടോ. അതെ അതെ. അപ്പം അവര് 4 പേരും വരും. അതിന് മുമ്പായിട്ട് ഞാനും മോളമ്മയും സിറ്റിക്കൊക്കെ പോയിട്ട് വരണം, തിരിച്ചു വരണം. അതെ, കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അടിപൊളി നല്ലൊരു വീഡിയോ ആയിരിക്കും. കുറെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണണം, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. രാവിലെ ഒരാളിവിടെ ചെടിയില് എന്നാ കാട് പറിക്കുവാണോ? ആണോ? വലിയ വെയിലിന് മുമ്പായിട്ടേ വെള്ളം ഒഴിക്കുവാണോ? റോസൊക്കെ കണ്ടോ? റോസ വാടി കേട്ടോ കുറച്ച്. വെള്ളം ഈ ഇന്റർലോക്കിൽ ഇരിക്കുന്നോണ്ടേ ചൂടുണ്ട്. അത് കല്ലൊക്കെ വെച്ച് പൊക്കിയാ വെച്ചേക്കുന്നേ. എന്നാലും അതുപോലെ നമ്മുടെ ബൊഹൈൻവില്ല അല്ലേ? ബൊഹൈൻവില്ല, കടലാസ് റോസ് എന്നും പറയും. അതെ അതെ. അതും തളിർത്തു നല്ല ഇതായി നിക്കുവായിരുന്നു കേട്ടോ. ഇപ്പൊ ഇച്ചിരി കരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വെയില് കൂടുതലാ. ചൂട് കൂടുതല. ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശക്തമായ വെയിലാ. അപ്പൊ ഞാൻ ഈ ഇതിനകത്തെല്ലാം ഇച്ചിരി ചപ്പൊക്കെ വെച്ചു, ഈ റോസയുടെ ചെടിച്ചട്ടിക്കകത്തെല്ലാവേ. അപ്പൊ തണുപ്പ് നിന്നു. വൈകിട്ടാകുമ്പോഴത്തേക്ക് ചട്ടിയൊക്കെ പഴുത്തിരിക്കും. അതെ, ഭയങ്കര ചൂടായിരിക്കുവേ. ചെടിയുടെ ചോട്ടില് മറ്റേ വെയിലടിച്ച കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ചപ്പൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിന്റെ. അതാകുമ്പോ വെള്ളം ഒഴിച്ചാൽ തണുപ്പ് അവിടെ നിന്നോളും. അപ്പൊ എന്തായാലും നമ്മള് ചെടികൾ ഒരുപാട് ഞാൻ അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ ചട്ടിക്കകത്ത് നമ്മുടെ ഡെയ്സി ചെടി കുറെ 2 സൈസ് ഉണ്ട് നമ്മുടെ കയ്യില്. ആ 2 പ്ലാന്റും ഞാൻ കുറെ ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. അത് ആയി വരണമെങ്കിൽ, പൂവാകണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയും. ഇച്ചിരി ചാണകവെള്ളം കൊടുക്കുവാണെങ്കിൽ. പിന്നെ കൊടും വേനലായതുകൊണ്ടാണ് ഇച്ചിരി താമസിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട്. ഞാൻ പിന്നെ എല്ലാത്തിനും രാവിലെ ഇച്ചിരിച്ചേ കൊടുക്കും, ശരിച്ചാൽ മതി. പിന്നെ വൈകിട്ടും ഒഴിക്കും, പിന്നെ വൈകിട്ടും കൊടുക്കും. ഈ റെഡ് റോസ ഇന്ന് വിരിഞ്ഞല്ലേ? ബാക്കിയൊക്കെ ഇങ്ങനെ അത് വെയിൽ കൊണ്ട് വാടിപ്പോയി. നമ്മുടെ ഈ ചെടിയും കുഴപ്പമില്ല കേട്ടോ, ഇത് എപ്പോഴും പൂക്കുന്ന ഒരു സാധനം. അതെ, പൂവുണ്ട്. മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ഇത് റോസ് അല്ലേ? ഇതിന്റെ റെഡേല് പൂവുണ്ട്. അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഇതുണ്ട് കേട്ടോ, വേറൊരു വെറൈറ്റി. വാടോ, ഇതാണ് അതിന്റെ റെഡ്. അത് തന്നെ, ഇത് കണ്ടോ? ഇവിടെ എല്ലാം ഇനിയിപ്പോ കൊലകൊലയായിട്ട് അങ്ങ് വരും. പക്ഷെ അതിന് ഒരു ചോടേ കാണുള്ളേ. ആണോ? ഒരു ചോടയിൽ ഇങ്ങനെ അതിങ്ങനെ കൊലകൊലയായിട്ട് ഇതളായിട്ടുണ്ടാവും. അത് അതിന്റെ തൈ നമുക്ക് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. തൈ ഇല്ല, സാധ്യത വളരെ കുറവാണ്. ഇത്തിരി പാടാണ്. വേറെ നട്ടിട്ടുണ്ടോ? വേറെ ഉണ്ട്. ഉണ്ടോ? തൈ കിട്ടിയോ? തൈ കിട്ടി. പൂ കഴിയുമ്പോൾ അത് അടർത്തി കളയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് കേടുവാദിക്കും. ഇതിലൊക്കെ ചെറിയ പൂ ഉണ്ടായി വരുന്നുണ്ട്. കൊലകൊലയായിട്ട് വരണമെങ്കിൽ നല്ല കാലാവസ്ഥയായിരിക്കും, നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്താണ്. ഇത് കുഴപ്പമില്ല കേട്ടോ, അത് സെറ്റായി സാധനം. ഇത് നല്ലതാ. പക്ഷെ ഇത് ഒത്തിരി ഏതളുണ്ട് ഈ റോസിന്. ഇതിന് ഏതള് കുറവാ. അതെ, പക്ഷെ ഇതുണ്ടായിട്ട് ഇപ്പൊ ഒരു 30 ദിവസം കഴിഞ്ഞു. അതുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനും തൈയൊക്കെ ഇതുണ്ടോ? തൈയൊക്കെ ഉണ്ടല്ലേ? ഞാൻ അതിന്റെ തൈ തന്നെ ഒരു 8-10 ചട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുഞ്ഞു കുഞ്ഞു കൃഷികള്. കുറെ ആൾക്കാർ ചോദിച്ചു, കുറെ ആൾക്കാർക്കെല്ലാം ഒത്തിരി കൊടുത്തു. ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ ബാംഗ്ലൂര് അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 3-4 ദിവസമൊക്കെ എടുക്കും. ചെടി അവിഞ്ഞ് കരിഞ്ഞു പോകും. നമ്മളിവിടെ എന്തായാലും ഒത്തിരി കഷ്ടപ്പെട്ടാതെ ഇത് കൂട്ട് ചകിരിച്ചോറും ഒക്കെ പൊതിഞ്ഞ് നനച്ച് പാക്ക് ചെയ്ത് അത് കൊറിയർ ചാർജും കൊടുത്ത് അയച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് പോയി കഴിഞ്ഞാലേ. പിന്നെ അത് തന്നെയല്ല, ഇത് എത്ര ദിവസം ലാഗ് വരും. ഇപ്പം കൊറിയർ ഓഫീസിലൊക്കെ എന്തായാലും ലാഗ് വന്ന് 1-2 ദിവസമൊക്കെ അവിടെ ഇരുന്ന് പോയാലേ ഈ കൊറിയർ അയക്കുമ്പോഴേ അങ്ങനെ അത് കേടായി പോവും.
അതുകൊണ്ട് അങ്ങനെ ലോങ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ അയക്കുന്നില്ല പറഞ്ഞു. കേരളത്തിൽ തന്നെ ചോദിക്കുന്നവർക്കൊക്കെ കുറെ കൊടുക്കും. ഇപ്പൊ ബാംഗ്ലൂർ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പറഞ്ഞിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, കരിയോ ഇല്ലയോന്നേ. എന്തായാലും കേരളത്തിൽ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു. ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല. കൊണ്ടുപോയവരെല്ലാം നട്ട് കിളുത്ത് കാണണം. രണ്ടെണ്ണം കിളുത്തായിട്ടൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചായിരുന്നു, ഫോട്ടോ ഒക്കെ. അതേലൊരു ഈച്ച പോലത്തെ ഒരു പിന്നെ തേനീച്ച വന്ന് ഇരുന്നിട്ട് അതിന്റെ ആ പൂമ്പൊടി മൊത്തം കടിച്ചു പറിച്ച് എടുക്കുക. ഞാൻ കണ്ടായിരുന്നു, തേൻ കുടിക്കുന്നു. കൊറേ നേരമായി അവനത് ഈ പണി തുടങ്ങിയിട്ട്. അമ്മ രാവിലെ വീഡിയോ വന്നെടുത്തല്ലേ അതിന്റെ കട്ട് ചെയ്ത് നിർത്തിയേക്കോ. ഇപ്പം പൂ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. പൂ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോ ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മൊത്തം കണ്ണി കുത്തി പുതിയ ഇത് വരും, തളിരാവും അല്ലേ? തളിരാവും, പുതിയ പൂ വരും. ഇതൊക്കെ ഇച്ചിരി വെള്ളം മതിയേ. നമ്മളെ ഈ ചപ്പ് വെച്ചേക്കുന്നുണ്ടല്ലോ, തണുപ്പ് നിൽക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ മുറ്റത്ത് ഇന്റർലോക്ക് ആയതുകൊണ്ട് മാത്രമുള്ള, മണ്ണിലാണെങ്കിൽ അത്രയും ചൂട് വരികയില്ല. ഇന്റർലോക്ക് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് പഴുക്കും. ചട്ടി വൈകിട്ടാകുമ്പോഴത്തേക്ക് ചട്ടിയും മണ്ണും കൂടെ അങ്ങ് ചൂടാവും. അതുകൊണ്ട് ഇവിടെ കല്ലിന്റെ പുറത്താ കേട്ടോ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൈകിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അന്നേരം വെള്ളം ഒഴുക്കിയിടാം. ഒരു രാത്രി 8-9 മണിയാകുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒഴിക്കുള്ളൂ. ചട്ടിയൊക്കെ തണുത്ത് മണ്ണിന്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ പോവേ കാവിച്ചു പോകും. പൂ വരുന്നതേ ഉള്ളൂ, മുട്ട ആയതേ ഉള്ളു അവത്തേലൊക്കെ. ഒരു പൂ വിരിഞ്ഞതേ ഉള്ളൂ, ബാക്കിയെല്ലാം മുട്ട നിൽക്കുക. അതെ, രസാ. ഇതൊരു ഓറഞ്ച് കളറല്ലേ? ഓറഞ്ച് കളറ്. ഇപ്പൊ നമുക്ക് ഓറഞ്ച് കളറ്, റെഡ്, റോസ്, 3 കളറുണ്ടല്ലേ? ഞാൻ വേറെ ജാനിയുടെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഒരു വീട്ടില് ഒരു ചെടി ഇരിക്കുന്നുണ്ടേ, നല്ല ഭംഗിയാണ്. ലൈറ്റ് റെഡും ഉണ്ട്, ആ വലിയ പൂവ് ഉണ്ടല്ലോ, ആ വലിയ പൂവും ഉണ്ടല്ലേ? ആ വലിയ പൂ കുറച്ച് ദിവസമായി നിൽക്കാൻ തുടങ്ങിട്ട്. അത് 1 മാസം ആയല്ലേ കുട്ടാ ആ വലിയ പൂ നിക്കാൻ തുടങ്ങിട്ട്? വിളക്ക് കത്തിച്ചപ്പോ ഞാൻ ഓർത്ത ഈയിടെ ഇത് പറിച്ചാലോന്ന്. അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ ഇനിയിപ്പൊ കുട്ടമ്മ വല്ലതും പറഞ്ഞാലോ പൂ പറിച്ചാല്, അതുകൊണ്ട് പയ്യെ ഞാൻ പോയി. ഇനിയിപ്പോ ഒരു പുതിയ മുട്ട വരുന്നുണ്ട് കേട്ടോ അതില്. ഈ റോസപ്പൂ ഉണ്ടല്ലോ, ഇത് മുട്ട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിടർന്നു വരാൻ ഭയങ്കര താമസം. കൊറേ ദിവസം എടുത്ത ഇത് വിരിയുന്നേ അല്ലേ? നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ 2-3 വീഡിയോ എടുത്തിട്ടുണ്ട്. ആ 2-3 വീഡിയോക്കകത്തൊക്കെ ഈ പൂവൊക്കെ വിരിയാനായിട്ട് കൊറേ ദിവസം എടുത്തിട്ടാ വിരിഞ്ഞേ. ആദ്യം ഞാൻ ഓർത്തേ ഇതിങ്ങനെ നിന്നപ്പോ ഇനി വിരിയല്ലായിരിക്കും, കേടായിരിക്കും എന്നൊക്കെ ഓർത്തേ. പക്ഷെ ഒരാഴ്ചയിലും ഇങ്ങനെ നിൽക്കും, എന്നിട്ടേ പയ്യെ ഇങ്ങനെ പയ്യെ വരുള്ളൂ. സൂര്യൻ ഇങ്ങോട്ട് അടിച്ചിട്ടേ, നമ്മുടെ കിഴക്ക് വശം ഇതാണ്, ഇവിടുന്ന് സൂര്യൻ ഇങ്ങോട്ട് അടിച്ചിട്ട് കണ്ണടഞ്ഞടഞ്ഞു പോകും. ഉറക്കം വരും. തീർന്നില്ലേ? ഒരു സെക്ഷൻ കൂടെ ഉണ്ടോ ആണോ? പുതിയ ഒരു നഴ്സറി പോലെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതെവിടാ? ഭയങ്കര വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാ. കുറെ നഴ്സറി പോലെ. ഇതല്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേസി ചെടിയാ. കംപ്ലീറ്റ് ഞാൻ മറ്റേ തട്ടേന്ന് പറിച്ച് ഇത് ആ ബൊഗൈൻവില്ലയുടെ 2 കമ്പ് പൊങ്ങി വന്നേ. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ട് കിടുത്ത് കേട്ടോ. ഉണ്ടോ? പിന്നെ ഇവിടെ ഉണ്ട്, റോസ ഉണ്ട് കേട്ടോ. നമ്മളെ ഇടയ്ക്ക് വീഡിയോക്കകത്ത് റോസ കമ്പ് നമ്മൾ നടുന്നതൊക്കെ കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അത് കിളുത്തോ എന്നൊക്കെ ചോദിച്ച് കമന്റ് വന്നായിരുന്നു. എല്ലാം കിളുക്കുന്നുണ്ട്, നമ്മൾ നടന്ന എല്ലാ സാധനവും കിളുക്കുന്നുണ്ട്. ഇതുണ്ടോ? ഇതെല്ലാം ഇപ്പൊ ഒരു മാസം ആയതേ ഉള്ളൂ. ഇത് ഇവിടെ ഇരുന്ന് പൂവായി കേട്ടോ. അതെ. പിന്നെ ഈ ഐറ്റം ഞാൻ ചെറിയൊരു ചട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരേല ചെടി, തിരുഹൃദയം. അതിന്റെ പേര് അങ്ങനെയാണോ? തിരുഹൃദയം. ഇത് ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. വയലറ്റ് അല്ലേ? അതിനൊരു വ്യത്യാസമുണ്ട്. ഇത് ഓർക്കിഡ് അല്ല, ഇത് മറ്റേ സാധനമാണോ? ആണോ? പിന്നെ ഇവിടേലൊക്കെ പൂവായി കേട്ടോ, ഡേസിയിലൊക്കെ. ആണോ? അതെന്നാ ചെടിയാ? ചെടി നല്ല മഠത്തിന്റെ വാതകം തന്നെ സ്കൂളിൽ പോകുമ്പോൾ നോക്കിയാൽ ഉണ്ടോ? സിന്ധുപ്പച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു റോസ് അല? അതിന്റെ വേറൊരു വെറൈറ്റി ആണോ? ചെറുത് നല്ല ഭംഗിയാ കാണാനായിട്ട്. ഇതാ നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നട്ടേക്കുന്ന കേട്ടോ. ചെറിയ ചട്ടിക്കകത്താക്കിയതാണ്. പക്ഷെ അത് മണ്ണും കുറവാ,
ചട്ടിയും ചെറുതായതുകൊണ്ട് അത്ര കരുത്തായിട്ടില്ല. ഇനിയിപ്പോൾ അത് വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റണം. ഇങ്ങനെ അയച്ചു കൊടുത്താലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെടിച്ചട്ടിയോടെ അയച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ പ്ലാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോ. അങ്ങനെ രണ്ടുപേർക്ക് അയച്ചപ്പം ആ ചട്ടിയിലെ മണ്ണല്ലേ ഇളകി വാടി. അതുമല്ല ചട്ടി പൊട്ടിപ്പോവും. ഒരു കൊറിയറുകാര് എടുത്തെറിയുമ്പോ പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചോണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് നമ്മള് തൈ പറിച്ചിട്ട് എന്തോ ചകിരിച്ചോറ് പൊതിഞ്ഞ് നനച്ച് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അയച്ചത്. അങ്ങനെയാ അയക്കുന്നേ. പക്ഷെ നമ്മൾ ചെടി അയച്ചിട്ട് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. എല്ലാരും നട്ടിട്ട് നമ്മളെ കാണിക്കുകയും ചെയ്തു. കുറച്ച് പേര് കാണിച്ചു നമ്മൾ. ഇനി ആർക്കേലും അവിടെ കിട്ടി അത് കരിഞ്ഞു പോവോ അല്ലെ വാടിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. അത് ഇത്രയും ദൂരെ ആയോണ്ടൊക്കെ ആയിരിക്കും. ഞാൻ ചുമ്മാ മണ്ണി നട്ട് വെച്ചോണ്ട് നമ്മുടെ ഈ കാന്താരി അല്ല പച്ചമുളകിന്റെ തൈ കെട്ടിയത് മുരടിച്ചു പോയി. അതിന്റെ ഇലയ്ക്ക് എന്തോ ഞാനിത് തണലത്താ വെച്ചിരുന്നത്. സൂര്യപ്രകാശം ഇല്ലാഞ്ഞിട്ടാണോ ഇതുണ്ടോ? ഞാൻ ചുമ്മാ മണ്ണി വെച്ചതാ. മണ്ണി വെക്കുവാ ഇത് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഒത്തിരി ഇതായിട്ട് വരും. ആണോ? ചട്ടി വെക്കുന്നേക്കാട്ടിലും കരുത്ത് മണ്ണി വെക്കുന്നത്. മണ്ണി നേരിട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി ചുമ്മാ മണ്ണി വെച്ചതാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷി കാര്യങ്ങളൊക്കെ. കുട്ടൻ കാപ്പി കുടിച്ചോ? ഇല്ല, കാപ്പി കുടിച്ചില്ല. ഇന്ന് മീൻ മേടിക്കാൻ പോകുന്നുണ്ടോ? മീൻ മേടിക്കാൻ പോകണം, ഞായറാഴ്ച. എന്നാ നമുക്ക് കാപ്പി കുടിക്കാം. രാവിലെ കാപ്പിക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഏത്തക്ക പുഴുങ്ങിയതുണ്ട്, ചെറുപഴം പുഴുങ്ങിയതുണ്ട്, ഗോതമ്പ് ദോശ, ഗ്രീൻ പീസ് കറി, ചെറുപഴം വേറെ ഇരിപ്പുണ്ട്, ഒരു മുട്ട ഇരിപ്പുണ്ട്, പ്ലേറ്റും ഉണ്ട്. ആരാ കഴിക്കാനിരിക്കുന്നതെന്ന് കണ്ടോണേ. ഇത് മൊത്തം എന്റെ ചെറുക്കൻ തിന്നത്തൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി തിന്നുള്ളൂ അല്ലേ? ഇന്ന് മോളമ്മ നല്ല കാര്യമായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഞാൻ മുട്ട പുഴുങ്ങി അങ്ങനെ കഴിക്കുന്നതല്ല. അപ്പൊ ഇന്ന് മുട്ട പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ചെറു കഴിയുമ്പോഴേക്ക് വിറക് കീറാൻ പറയുമോ എന്നറിയത്തില്ല. വിറക് വെട്ടിക്കാനാണോ എന്നെ കൊണ്ട്? ഇല്ല, ചെറിയ ചെറിയ പണികളൊക്കെ ഇവിടെ ഉണ്ട്. അന്നേരം ഒരു മുട്ടയൊക്കെ തന്നങ്ങ് സൂപ്പിക്കുവാണ്. അതൊക്കെ ചെയ്തോളൂ. എന്തോ ഉണ്ട്. അപ്പം 2 ദോശയൊക്കെ കൊച്ചു എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. പല്ലൊന്നും തേച്ചിട്ടില്ല. മോളെടുത്ത് തരുവാണെങ്കിൽ എനിക്ക് ലാഭമാണ്. മോളമ്മയാണെങ്കിൽ എണ്ണിയാ ദോശയും ചപ്പാത്തിയും ഒക്കെ തരുന്നത്. കൊച്ചാണെങ്കിൽ പിന്നെ പിറക്കി പിറക്കി തീരുന്നതനുസരിച്ച് പിറക്കി ഇട്ട് തരും. അതുകൊണ്ട് കൊച്ചടുത്തിരുന്ന് വിളമ്പി തരുന്നതാണ് എനിക്ക് താല്പര്യം. അത് രണ്ടും വേണം. ഓരോന്ന് ഇത് കൂട്ടാണ്. പിന്നല്ലാതെ ദോശ കൊടുത്തിട്ട് കറി കൊടുക്കാതിരുന്ന എങ്ങനെയാ ശരിയാ? ശൈത്യം ഏത്തക്കാപ്പഴോ? ഓ, വലുത് നോക്കി കൊടുക്കുക പപ്പായ്ക്ക് മോള്. മുട്ട വേണ്ടെങ്കിൽ അവിടെ വെച്ചേരെ കേട്ടോ. മുട്ടേ വേണ്ടെങ്കിൽ അവിടെ വെച്ചേരെ. കുറെ ദിവസം കൂടി കൊച്ചായിരിക്കുന്നു വിളമ്പി തന്നെ. ഞായറാഴ്ചയൊക്കെ മോൾ ഇവിടെ ഇരിക്കുന്ന ദിവസം മോള് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തു തരും. ചിലപ്പോ ഇച്ചിരി ഇടിയർച്ചയൊക്കെ എടുത്ത് വറുത്ത് കൊച്ചും ഞാനും കൂടെ കൊച്ചിനിക്കും തരും. കൊച്ചും കഴിക്കും. അല്ല, എനിക്ക് ഇടിയർച്ച വേണമെന്ന് പറയുമ്പോ പാതിരാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഇടിയർച്ചയൊക്കെ കീറി സെറ്റാക്കി എനിക്ക് വെച്ച് തരും. വെച്ചു കൊടുക്കും. കൊച്ചു പറയുന്ന സമയത്ത് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് മാത്രം ഒന്നുമില്ല, എല്ലാരും അത് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മ കാണുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പട്ടിണിയാണല്ലോ എൻ്റെ കൊച്ചിന്. വീഡിയോ നിർത്തി കഴിയുമ്പോ കണ്ടോടെ ആരാ കഴിക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ ഇപ്പൊ പോകും. അപ്പൊ ഞാൻ പല്ലൊന്നും തേച്ചില്ല, അതുകൊണ്ടാ കേട്ടോ കഴിക്കാത്ത. എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എനിക്ക് വീട്ടിൽ ഇപ്പൊ 10 മണി വരെ ഉറങ്ങുന്നത് ഈ അവധി കിട്ടുന്ന ദിവസമൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റതാ. ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മ എന്നെ കുത്തി പൊക്കിയതല്ല. ഞാൻ ഇപ്പോഴൊന്നും എഴുന്നേക്കത്തില്ല, അതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല. ഇവിടെ കഴിയുമ്പോ വിശക്കുമ്പോ എന്നേലും കഴിച്ചോളാം കേട്ടോ. അപ്പൊ അമ്മയും കൂടെ എടുക്കാണ്ട് വന്നിരുന്ന് കഴിക്കും. ഞാൻ പോയി പല്ലൊക്കെ തേക്കാം. കൊച്ചു പല്ലൊക്കെ തേക്ക്. എങ്ങനെയുണ്ട് കറി? ഗ്രീൻ പീസ് കറി ഉണ്ട്, നല്ലതാണോ? ഞാനിന്ന് ഇന്നലെ അരി ഇടാൻ അങ്ങ് മറന്നുപോയി ദോശ ചൂടാനായിട്ട്. എന്നതാ രഹസ്യം പറയുന്നേ? എന്നതാ രഹസ്യം? വലിയ മെച്ചമില്ലെന്ന്. അത് ശരി, ഞാൻ പറഞ്ഞ കൊള്ളത്തില്ലെന്ന് പറയാൻ പറഞ്ഞേ. എന്നാ മാറ്റി വെച്ചേരെ കഴിക്കണ്ട. അപ്പൊ മോളും കഴിക്കണ്ട എന്റെ കറികളൊന്നും. ഇതിപ്പോ ഞങ്ങക്ക് വിശന്ന് പോയി, അതുകൊണ്ടാ കഴിക്കുന്നത്. അല്ലാണ്ട് കൊള്ളാഞ്ഞിട്ടൊന്നും അല്ല കഴിക്കുന്നത്. എന്നാ സാധനം നോക്കണം. അപ്പം മോടെ കൂടും, മോളപ്പന്റെ കൂടെ.
നമ്മൾ ഇവിടുന്ന് സ്ഥിരം എന്നും മീൻ മേടിക്കുന്നത്. ഇന്ന് ആള് കുറവാ. ഇന്നാള് കുറവല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ ഇവിടെ. ശനിയും ഞായറുമാണ് ഇവിടെ കൂടുതലും മീൻ കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ? തിങ്കളാഴ്ച മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഏറ്റുമാനൂരിന്നോ? നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് അന്നേരം മീനൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ കണ്ടു, കൂട്ടുകാരോടും ഒക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആൾ മീനൊക്കെ മേടിക്കുന്നുണ്ട്. നമ്മളെ ഏട്ടയാണ് മേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഏട്ടയൊക്കെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആളുണ്ട്. ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നുണ്ട് ചിരിച്ചോണ്ട്. എന്നാന്ന് അറിയത്തില്ല. ചേട്ടനോട് അന്നേരം മുന്തിരിയൊക്കെ മേടിച്ചു. ചേട്ടൻ മുന്തിരി നല്ല അടിപൊളി മുന്തിരിയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ 1 കിലോ മുന്തിരി മേടിച്ചു. അരക്കിലോയാണോ മേടിച്ചേ? ആ അതെ അതെ. നല്ല കെമിക്കലുണ്ട് പുറത്ത്. മോളമ്മ ഒരു കൂട്ടുകാരിയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് പാലത്തേക്കൂടെയുള്ള യാത്ര? പാലത്തേക്കൂടെയുള്ള യാത്ര അടിപൊളി. ഭയങ്കര കാറ്റാണ്. മുടിയെല്ലാം പറത്തി കളഞ്ഞു. പുളി നിൽക്കുന്നേ. വാളംപുളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആറ്റിൽ നിൽക്കുന്നതാണേ. നല്ല തെളിഞ്ഞ വെള്ളമേ. ചെറിയ മീൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ ഞങ്ങൾ വരും. മിക്കവാറും ഞാൻ തന്നെയാണ് വരുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ മോളമ്മയും വരും. മോളമ്മയും കൂടെ കൊണ്ടുവന്ന് മീനൊക്കെ കണ്ട് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടാണ് ഞങ്ങൾ മിക്കവാറും കയറി പോകാറ്. സേറമോൾക്ക് വൈറ്റമിൻ മരുന്ന് മേടിക്കാനായിട്ട് കുട്ടേട്ടൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ ഉപ്പുപാറ നീതി സ്റ്റോർ നീതി മെഡിക്കൽസാണ് കേട്ടോ. ആളില്ലേ? എവിടെ പോയാലും അനങ്ങാൻ നിൽക്കുവാണല്ലോ. വേറെ ചേട്ടനും ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. സിറ്റിക്കൊക്കെ പോയോ? ആണോ? ഭയങ്കര തിരക്കും കാര്യങ്ങളും പള്ളി കഴിഞ്ഞുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ആയപ്പോഴത്തേന് സിറ്റി നിറച്ചു ആൾക്കാരാ. ഭയങ്കര വണ്ടിയും ബഹളവും ട്രാഫിക്കും ഒക്കെ ആയിരുന്നു ഇന്ന്. തന്നെ ഇത് മുഷിഞ്ഞോ? കുറച്ചു നേരം ആയില്ലേ? ഭയങ്കര കാറ്റാ. സിറ്റിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റാ. ഏറ്റവും ഇഷ്ടമുള്ള സാധനം അയ്യേ ഇഷ്ടമുള്ളതല്ലേ? ഇല്ല. ഞാൻ കഴിച്ചോളാം. അയ്യോ വേറെ ഒന്നും ഇല്ലേ? എന്നായിരുന്നു കൊച്ചു പറഞ്ഞു കേട്ടെ? ആണോ? ആണോ? കുട്ടൻ എനിക്ക് എന്നാണ്ട് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ലേ? ആണോ? അമ്മ ഇന്ന് നല്ല സാരിയൊക്കെ എടുത്ത് കണ്ടോ നല്ല സുന്ദരിയായിട്ട് പോയത്. പക്ഷെ വന്നപ്പം ഒരു കോലമായിരുന്നു. കാറ്റല്ലേ, സാരി ഒന്നും ശരിക്കും കിടക്കുകയല്ല. കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പൊക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്തുള്ള ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കണം, കമന്റ് ചെയ്യണം. ആദ്യം വീഡിയോ കാണുമ്പോഴേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ.